ഹലോ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് എളുപ്പത്തിൽ തന്നെ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ബട്ടർ സ്കോച്ചിൻ്റെ സോസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ ബട്ടർ സ്കോച്ച് കേക്കിലും അതേപോലെ പുഡിങ്ങിലൊക്കെ ചേർക്കുന്ന സോസാണിത്. അതേപോലെ ചപ്പാത്തിയിലും ബ്രെഡിലൊക്കെ സ്പ്രെഡ് ചെയ്ത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനും പറ്റുന്നതാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ ചെയ്യാൻ നോക്കാം. നമുക്ക് അതിന് വേണ്ടി ഒരു പാൻ അടുപ്പിലോട്ട് വെക്കാം. അതിലോട്ട് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഗ്യാസ് ഓണാക്കാം. ഗ്യാസ് ഓണാക്കിയതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കി കൊടുക്കാം. ഇനി ഈ ഒരു പഞ്ചസാര നമുക്ക് കാരമൽ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് അലിയിച്ചെടുക്കണം. അപ്പോൾ ഇത് പെട്ടെന്നാകാൻ വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മൾ പഞ്ചസാര കരിഞ്ഞു ഒരു കയ്പ്പ് രസം ഉണ്ടാവും. അപ്പോൾ ഇതാ നമ്മൾ പഞ്ചസാര ചെറുതായിട്ടൊന്ന് അലിഞ്ഞ് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ എല്ലാ ഭാഗത്തുനിന്നും ഈ പഞ്ചസാര ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ ശേഷം മാത്രമാണ് നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാവൂ. അല്ലെങ്കിൽ നമ്മൾ സ്പൂണിലൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ചെടുക്കും. അപ്പോൾ ഇതാ ലോ ഫ്ലെയിമിലാണ് ഞാനിപ്പം വെച്ചിട്ടുള്ളത്. ഇത് നന്നായിട്ട് എല്ലാ ഭാഗവും ഒരേപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് കാരമൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാ നമ്മളെ പഞ്ചസാര ഇവിടെ കാരമലായിട്ടുണ്ട്. കളറൊക്കെ നല്ല ഗോൾഡൻ കളറായി ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് 40 to 50 ഗ്രാമോളം ബട്ടർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 40 ഗ്രാം ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊന്ന് ഈ പഞ്ചസാര കാരമൽ ചെയ്ത് ഇതിലോട്ടിട്ട് നന്നായിട്ടൊന്ന് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ബട്ടർ ഉപ്പില്ലാത്ത ബട്ടറായിരുന്നു. അപ്പോൾ ഞാനത് കാരണം ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സാൾട്ടഡ് ബട്ടറാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ബട്ടർ മാത്രം ഇട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ബട്ടറും ഈ പഞ്ചസാരയായിട്ട് നന്നായിട്ട് കാരമലായിട്ടുള്ള ഈ പഞ്ചസാരയായിട്ട് നന്നായിട്ടൊന്ന് മിക്സായി വരണം. അപ്പോൾ മറന്നു പോവരുത്. വേഗം ആകാൻ വേണ്ടിയിട്ട് ഫ്ലെയിം കൂട്ടി വെക്കാൻ പാടില്ല. ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ലോ ടു മീഡിയം ഫ്ലെയിം. നമ്മൾ ഗ്യാസിൻ്റെ ലോ ഫ്ലെയിമല്ല, അതിനേക്കാൾ ഇച്ചിരി കൂടെ കൂട്ടിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ഫസ്റ്റിൽ പഞ്ചസാര കാരമൽ ചെയ്യുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടാൽ മതി. നമ്മൾ ഗ്യാസിൻ്റെ ഏറ്റവും ലോ ഫ്ലെയിമിൽ. ഈ ഒരു സമയത്ത് മീഡിയം ടു ലോ ഫ്ലെയിം. ഇത് നമുക്ക് ഇതിലോട്ട് നന്നായി മിക്സ് ആക്കിയതിന് ശേഷം വിപ്പിംഗ് ക്രീം 1/2 കപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വിപ്പിംഗ് ക്രീം ഇല്ലെങ്കിൽ ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ വിപ്പിംഗ് ക്രീമും ഫ്രഷ് ക്രീമും ഇല്ലെങ്കിൽ വേണമെങ്കിൽ കുറച്ച് പാല് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ മിക്സ് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ കട്ട പിടിച്ച പോലെ ഉണ്ടാവും. അപ്പോൾ അത് കണ്ടിട്ട് ടെൻഷൻ അടിക്കേണ്ട, അതൊക്കെ നന്നായിട്ട് മിക്സായി വരും. ഇനി നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇതൊരു കറക്റ്റ് നല്ല തിക്കായിട്ടുള്ളൊരു സോസായിരുന്നു ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കറക്റ്റ് തന്നെയുള്ള സോസാണ് വേണ്ടതെങ്കിൽ ഞാൻ എടുത്ത പോലെ എല്ലാ ഇൻഗ്രീഡിയൻസും എടുത്താൽ മതി. അതല്ല കുറച്ച് ലൂസായിട്ടാണ് വേണമെങ്കിൽ കുറച്ചും കൂടെ ഫ്രഷ് ക്രീം ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ വിപ്പിംഗ് ക്രീം. അപ്പോൾ ഇത് ഈ ഒരു സമയത്ത് ഇതേപോലെ ലൂസായിട്ടായിരിക്കും നിങ്ങൾക്ക് കാണുക. അപ്പോൾ അത് കണ്ടിട്ട് ഇത് കട്ടിയാവില്ല എന്നൊന്നും വിചാരിക്കേണ്ട. ഇത് നമ്മൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് ഈ ഒരു സോസ് ഒന്ന് തണുത്ത് കഴിഞ്ഞാൽ നല്ല കറക്റ്റ് തിക്കി തന്നെ നമ്മൾ സോസ് കിട്ടുന്നതായിരിക്കും. അപ്പം ഞാൻ ഗ്യാസൊക്കെ ഓഫാക്കിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്കിത് തണുത്തതിന് ശേഷം കാണാം. അപ്പോൾ ഇതാ നമ്മളെ സോസ് ഇവിടെ നന്നായിട്ട് തന്നെ തണുത്ത് വന്നിട്ടുണ്ട്. നല്ല ക്രീമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കേക്കിലൊക്കെ ഈ ഒരു സമയത്ത് ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല കറക്റ്റ് തിക്കി തന്നെ കിട്ടുന്നതാണ്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ 2-3 ആഴ്ച വരെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. എന്നിട്ട് നമ്മൾ എടുക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ അലിഞ്ഞു വരും. ഫ്രിഡ്ജിൽ വെച്ചാൽ ഒന്നും കൂടെ ഒന്ന് കട്ടിയാവും. അപ്പോൾ എല്ലാവരും ഈ ഒരു ബട്ടർ സ്കോച്ചിൻ്റെ സോസ് ഒന്ന് ചെയ്ത് നോക്കുക. നമുക്കിതിൽ ഐസ്ക്രീമും അതേപോലെ പുഡിങ്ങും കേക്കും എല്ലാത്തിനും ചേർക്കാൻ പറ്റിയൊരു സോസാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.